ഞങ്ങൾ വയനാട്ടുകാർ. വയനാടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും പച്ചപ്പും കുന്നും മലകളും താഴ്വരയും നീർച്ചോലകളും കോടമഞ്ഞും ഇതൊക്കെ ആയിരിക്കുമല്ലേ. ഇതിനപ്പുറം വയനാടിന് വേറൊരു മുഖം കൂടിയുണ്ട്. വർഷകാലമായാൽ പ്രകൃതി ദുരന്തങ്ങളും ഉറങ്ങാത്ത രാത്രികളും, കൂടാതെ വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്ന സാധു മനുഷ്യർ, ഇവർക്ക് വിലയിടുന്ന ഭരണകൂടവും. ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. ഇതൊരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ജീവൻ കൂടി പൊലിയാതിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ പുറമെയൊക്കെ താമസിക്കുന്നവരാണ്, നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ ചെമ്പരത്തിപ്പൂ ഉണ്ടോ, ഒട്ടും വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം രാവിലെ നേരത്തെയാണ്, വെയിലൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നേരത്തെയാണ് കേട്ടോ. കുഞ്ഞൂസിന് സുഖമില്ല, അപ്പൊ അവൻ എണീക്കുന്നതിന് മുമ്പ് പാക്കൊക്കെ തയ്യാറാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇനി ചെമ്പരത്തിപ്പൂ എടുക്കണം കേട്ടോ. അപ്പൊ ഏറ്റവും നല്ലത് നമ്മുടെ വേലിച്ചെമ്പരത്തിയാണ്. ഇനി വേലിച്ചെമ്പരത്തി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചലഞ്ച് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് എന്ന് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് മനസ്സിലായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുടിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഹെയർ കെയർ ചെയ്യാൻ താല്പര്യമുണ്ട്, പിന്നെ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാട്ടോ. സിമ്പിളായിട്ടുള്ള ഹെയർ പാക്കുകൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഹെവി ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. പിന്നെ പുറമേ താമസിക്കുന്നവരെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കും കൂടി പറ്റുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഈ ചലഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനും ഫ്രിസിനെസ് കുറയ്ക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ്. നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനും മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാനിതാ ചെമ്പരത്തിപ്പൂ ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിന്ന് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്ര തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചെമ്പരത്തിപ്പൂ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് എടുക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, കുറഞ്ഞ അളവിലാണെങ്കിൽ നമുക്ക് ഇന്ന് ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പൊ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ പാക്ക് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഹെയർ കെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാട്ടോ. ഒരു 30 ദിവസം കൊണ്ട് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെമ്പരത്തിപ്പൂ എല്ലാം നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും ചെമ്പരത്തിപ്പൂ ആണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേലിച്ചെമ്പരത്തി തന്നെ വേണം നിർബന്ധമില്ല. വേലിച്ചെമ്പരത്തി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചഭാഗവും പൂമ്പൊടി ഒഴിവാക്കിയിട്ട് മൊത്തമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതാ ചെമ്പരത്തിപ്പൂ എല്ലാം ഇതെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. എൻ്റെ അടുത്ത് വലുതില്ല, ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ ഒരു ലീഫ് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചഭാഗവും ഈ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ലെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലോവേരയൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അലോവേരയും ചെമ്പരത്തിപ്പൂ നമുക്ക് ഹെയറിന് നല്ല രീതിയിൽ ഷൈനിങ് തരാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരൊക്കെയാണെങ്കിൽ ഫ്രിസി ആയിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ജെല്ലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അലോവേരയുടെ ജെല്ലില്ലേ, അത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ പാക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. അരിക്കാതെ നമ്മുടെ പാക്ക് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ അലോവേര ജെല്ല് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാക്ക് തീരെ കുറവായിരിക്കുമല്ലോ. അലോവേര കൂടുതലായിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു താളി ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കുഴമ്പിൽ ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. മുടിയിൽ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം കേട്ടോ. കെട്ടോടുകൂടി മുടിയിലേക്ക് പാക്ക് തേക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നന്നായിട്ട് ചീകി കെട്ട് കളയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കുന്നത് അത് എടുത്തിട്ട് കുറഞ്ഞ അളവിൽ, ഒരുപാട് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി.
ഇനി നമുക്ക് പാക്ക് നന്നായിട്ട് തന്നെ മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. മുടിയിലല്ല, സ്കാൽപ്പിലാണ് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തേക്കുക. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മുടിയിലേക്ക് തേച്ചാൽ മതി. മുടിയിലേക്ക് തേക്കുന്നത് നല്ലതാണ് കേട്ടോ, കാരണം മുടിയുടെ ആ ഒരു ഡ്രൈനെസ്സും ഫ്രിസിനെസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് മുടിയിൽ തേക്കുന്നത് നല്ലതാണ്. പിന്നെ ചെമ്പരത്തിപ്പൂവും അലവേറയുടെ ഒക്കെ അളവ് കുറവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ അളവിലല്ലേ പാക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. എന്തായാലും സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്കാൽപ്പിൽ തേച്ചിട്ട് ജസ്റ്റ് മുടി ഒന്ന് പിഴിഞ്ഞാൽ തന്നെ മുടിയുടെ അറ്റത്തേക്ക് വന്നോളും. അങ്ങനെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കഴുകുന്ന കാണിക്കുന്നില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചെമ്പരത്തിപ്പൂവും അലവേറ ജെല്ലും ആണ്. ഇത് രണ്ടും നമ്മുടെ മുടിയും സ്കാൽപ്പും നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കാതെ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ചലഞ്ചിലെ 3ാമത്തെ ദിവസം ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങിക്കായിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഹെവി ആയിട്ട് മസാജ് ചെയ്യുക അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പാക്ക് ഇടുന്ന ദിവസം മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് ചെയ്താൽ മതി. മോർണിംഗ് ഹെയർ കെയർ പിന്നെ പാക്ക് ഇടുന്ന ദിവസം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പാക്ക് ഇടാത്ത ദിവസമാണ് നമ്മൾ മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി 4ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. അന്നത്തെ ദിവസം മുടിയെ ഫ്രീ ആയിട്ട് വിടുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.